ആര്യനെ പറ്റി ജിസേലിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ആര്യന് കുട്ടിക്കളി ഇച്ചിരി കൂടുതലാണ്, പിള്ളേര് കളിയാണ്, ഓവറായിട്ടുള്ള തമാശയും പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ചുമ്മാ ചെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ആര്യൻ. നൂറയുടെയും ആദിലയുടെയും ഒക്കെ അടുത്ത് ചെന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്, പെണ്ണുങ്ങളുടെയൊക്കെ അടുത്ത് ചെന്ന് വെറുതെ വഴക്കുണ്ടാക്കുന്നുണ്ട് എന്ന് ആര്യനെ പറ്റി ജിസേലിൻ്റെ അമ്മ പറയുവാണ്. അതും ആര്യൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. നീലൊക്കെ നിവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. സത്യം പറഞ്ഞാൽ ജിസേലിൻ്റെ അമ്മ ഞെട്ടിച്ച് കളഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ജിസേലിൻ്റെ അമ്മ വീട്ടിലേക്ക് കയറിയപ്പോൾ മുതൽ ആര്യനെ ഒന്ന് ചെറുതായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആര്യനെ കൊണ്ട് ഇനി ജിസേലിൻ്റെ തുണിയൊന്നും ഇനി അലക്കിപ്പിക്കരുത്, അങ്ങനെയൊക്കെ ആര്യനും ആയിട്ടുള്ള ഒരു കോംബോ കൂട്ടുകെട്ട് വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ജിസേലിൻ്റെ അമ്മ ജിസേലിന് സൂചന കൊടുക്കാൻ നോക്കുന്നത്. അങ്ങനെയാണ് ജിസേലിൻ്റെ അമ്മ പെരുമാറുന്നത്. ജിസേലിൻ്റെ അമ്മ കയറി വന്നപ്പോൾ തന്നെ ആര്യൻ ജിസേലിൻ്റെ അമ്മയുടെ കാല് തൊട്ട് തൊഴുന്നുണ്ട്. പക്ഷേ ജിസേലിൻ്റെ അമ്മ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ജിസേലിനോട് അത്രയും അവിടെ കമ്പനി ഉണ്ടായിരുന്ന ഒരാളാണ് ആര്യൻ. ജിസേലിൻ്റെ വീട്ടിലെ ഒരു മരണം ഉണ്ടായ സമയത്ത് അവിടെ കൺഫെഷൻ റൂമിലിരുന്ന് ജിസേലിനെ ആശ്വസിപ്പിച്ചത് മുതൽ എത്ര കാര്യങ്ങളാണ് ജിസേലുമായിട്ട് ഒരുമിച്ച് ആര്യൻ ചെയ്യുന്നത്. അവിടുത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് കോംബോ തന്നെയാണ്. അവരുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡ് പുറത്തുണ്ടെങ്കിലും അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ വലുത് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ജിസേലിൻ്റെ മമ്മിക്ക് സാധിച്ചില്ല. ഇപ്പോൾ ആര്യനായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് ജിസേലിൻ്റെ അമ്മ അവിടെ പെരുമാറുന്നത്. ആര്യനെ പറ്റിയും ജിസേലിനെ പറ്റിയുമാണ് ചെറുതായിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചത്. പക്ഷേ ബാക്കി എല്ലാവരെ പറ്റിയും വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അനീഷിനെ കണ്ടുപിടിക്കുക, നീ അനുമോളോട് ചോദിച്ച് സാരി ഉടുക്കുന്നതൊക്കെ കണ്ടുപിടിക്കുക, അനുമോളെ കണ്ടുപിടിക്കുക, ലക്ഷ്മിയെ കണ്ടുപിടിക്കുക, നൂറ ടാസ്ക് ചെയ്യുന്നത് കണ്ടോ അവരെ കണ്ടുപിടിക്കുക, മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിക്കുക എന്നാണ് ജിസേലിനോട് പറയുന്നത്. പിന്നെ ആര്യനോടും ജിസേലിനോടുമാണ് പ്രത്യേകിച്ച് അവിടെ വഴക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ജിസേലിൻ്റെ മമ്മി ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. പക്ഷേ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ജിസേലിനോടും ആര്യനോടും മാത്രമാണ് ഡയറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ജിസേലിൻ്റെ മമ്മി പറഞ്ഞത് കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഗുണം ചെയ്യാൻ പോകുന്നത് ആര്യനും ജിസേലിനും തന്നെ ആയിരിക്കും. കാരണം ജിസേലിൻ്റെ അടുത്ത് ബെഡ്റൂമൊക്കെ വൃത്തിക്കിടണം, അവിടെ ബെഡ് സ്പേസൊക്കെ നീ എപ്പോഴും തുറന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആര്യനായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് പുറത്ത് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ആര്യനുമായിട്ടുള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ജിസേലിൻ്റെ അമ്മ ഒരു സൂചന കൊടുത്തത്. പിന്നെ ആര്യൻ ഗേൾസിനോട് വഴക്കുണ്ടാക്കുന്നത്, ആര്യനൊക്കെ ഗേൾസിനോട് മാത്രമായിട്ട് വഴക്കുണ്ടാക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആര്യൻ ഇനി വഴക്കുണ്ടാക്കുന്നതൊക്കെ ഒന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ആര്യൻ്റെ തന്നെ ആയിരിക്കും പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ജിസേലിൻ്റെ മമ്മി ഒരു രക്ഷയില്ല കേട്ടോ, ഞെട്ടിച്ച് കളഞ്ഞു. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.